ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ഞാൻ പോയിട്ടങ്ങ് വരാം. 2 കാലം പോയിട്ട് 4 കാലം വരാനാണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനങ്ങ് രാവിലെ ഇഴഞ്ഞു വരാം വൈകുന്നേരം. അതാണല്ലോ പതിവ്. ആരടാ ആടുന്ന ചൂട്ടെ? മറ്റേ കടലിൽ നിന്ന് സാധനം വന്നിട്ടുണ്ട്. കടലിൽ എന്തോ? അയ്യോ കണ്ടെയ്നർ ഒന്ന് തുറക്കിയേട്ടാ. അല്ലേ തുറക്കാൻ പറ്റും? അല്ല തുറക്കണം. അല്ല തുണിയോ മണിയോ വല്ല ഉണ്ടെങ്കിലോ അതിനകത്ത്. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോണു? അല്ല നമുക്ക് നോക്കാലോ. തുറക്കട്ടെ തുറക്കട്ടെ. അയ്യോ ചേട്ടാ പോവല്ലേ. ചേട്ടാ ചിലപ്പോ ബോംബോ വല്ലതും ആണെങ്കിലോ, വല്ല അപകടവും വന്നാലോ? നീ ഇവിടെ ഉള്ളപ്പോ വേറെന്താ അപകടം ഇവിടെ വരാനാടി? നമുക്ക് തുറക്കാൻ നീ. അപ്പൊ ഞാൻ അപകടം വന്നല്ലേ? ഞാൻ നിങ്ങൾക്ക് അപകടം വന്നല്ലേ? 10-35 വർഷമായിട്ട് നിങ്ങളുടെ കൂടെയല്ലേ ഞാൻ. നിങ്ങളിപ്പോ ഞാൻ അപകടം ഒരു തമാശ പറഞ്ഞത് അല്ല. നിങ്ങൾ എന്നെ പറഞ്ഞു ഞാൻ അപകടം. ഇല്ല കരയില്ല. അങ്ങനെയാണോ നമ്മൾ തമ്മില്? അത് അങ്ങനായിരുന്നു നമ്മൾ ജീവിച്ചത്. അങ്ങനായിരുന്നു. നമുക്കൊരു കുഞ്ഞില്ലാത്ത എന്താ നമുക്കൊരു കുഞ്ഞ് ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം അങ്ങ് പകുത്തു പോകും. അതുകൊണ്ടല്ലേ നമ്മളൊരു കുഞ്ഞു പോലും വേണ്ടെന്ന് വെച്ചത്. എന്നെ അപകടം എന്ന് പറഞ്ഞില്ലേ? വെറുതെ പറഞ്ഞല്ലേ. നമ്മൾ മാത്രം മതി ഇവിടെ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത്. നമ്മൾ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നു. അത്രക്ക് ഇഷ്ടമല്ലേ നമ്മള്? അല്ലേ പറയാ, നിങ്ങൾക്ക് ഞാൻ മോന്, ഞാൻ നിങ്ങൾക്ക് മോളും. അത് മതി. നമ്മൾ അങ്ങനെയല്ലേ ജീവിക്കണേ. ഇനി പിണങ്ങുമോ? ഞാൻ പിണങ്ങത്തില്ല. കണ്ടെയ്നർ നോക്കാൻ അത് നോക്കി ഒരു കാര്യം ചെയ്യാം. നമുക്ക് തുറക്കണ്ട വല്ല പഞ്ചായത്തിലെ വിളിച്ച് വിവരം പറയാം. ഒരു കണ്ടെയ്നർ നിറയെ പണം വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. ചേട്ടൊന്ന് തുറന്നു നോക്ക്. നീ കൂടെ വാ. വേണ്ട, ഞാൻ വരുന്നില്ല കേട്ടോ. അതെന്താന്നറിയാം, ഞാൻ അഥവാ വല്ല ബോംബാണെങ്കിൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വരുമ്പോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറയാൻ ഒരാൾ ഇവിടെ വേണ്ടേ ചേട്ടന്? അല്ലാതെ വിധവാ പെൻഷൻ മേടിച്ച് ഒറ്റക്ക് അതല്ല, എന്നെ ഒറ്റക്ക് തുറക്കാൻ വിടുവല്ലേ? തുറക്കട്ടെ ഞാൻ. അതിനകത്ത് നിന്ന് എന്ത് കിട്ടിയാലും അത് എനിക്ക് തരണം കേട്ടോ. നിനക്ക് തന്നേക്കാം. എനിക്കുള്ളതല്ല നിനക്കുള്ളതല്ലേ, എനിക്ക് കിട്ടണല്ല നിനക്കുള്ളതല്ലേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. തുറക്കട്ടെ. നീ അയ്യോ കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയൂ മറ്റേ കടലിൽ നിന്ന് വരുന്ന ഭൂതം, മറ്റേ വിളക്കുള്ള ഭൂതം. ഇത് വിളക്കുള്ള ആരെ വിളക്കാൻ വന്നു? ഇങ്ങനെ കണ്ടറിയാം. ഇതാരാ മനസ്സിലായില്ലല്ലോ? ഇത്തിരി ഉറക്കെ പറ. ആരാ മനസ്സിലായില്ലല്ലോ? ഇവിടെ എന്റെ സുഹൃത്തെ ഉറക്കെ പറ. ശരി കേട്ടൂടാ. എനിക്ക് തോന്നുന്നു ഈ ഇതിന്റെ അകത്ത് കയറി കടലിൽ കൂടെ വന്ന സാധനമല്ലേ. ഉറക്കെ പറ. മണ്ണും വെള്ളമൊക്കെ കയറി കാണും. നോക്കിയാലോ? അതെ, നിന്ന് പിടിച്ചു. ഇത് കണ്ടേ സാധനം പോണുണ്ട്. സാധനം പോണുണ്ട്. അതാണ്. ഹലോ, നിങ്ങൾ ആരാ? ഞാൻ സുപ്രസിദ്ധ മജിഷ്യൻ ചെറുകാട്. ശരിക്കുള്ള പേര് പറയണ ബിജു. അത് മതി. ഇവിടെ എന്താ? അല്ല ഇവിടെ മനസ്സിലായില്ല. ഇത് ഏതാ സ്ഥലം? ഇത് ആലപ്പുഴ. അയ്യോ അയ്യോ, നിങ്ങളെവിടെ സ്ഥലം? തിരുവനന്തപുരത്ത്. അയ്യോ, തിരുവനന്തപുരത്ത് നിന്നാണെന്ന്? തിരുവനന്തപുരത്ത്. അത് അവിടെ നിന്ന് ഒരു കപ്പൽ പോകുന്നായിരുന്നു. ആ കപ്പലിലെ കണ്ടെയ്നർ ഇവിടെ മറിഞ്ഞു വീണത്. അതിന്റെ അകത്ത് നിന്നാ വന്നത് നിങ്ങൾ? അതായത് തിരുവനന്തപുരത്ത് എന്റെ മാജിക് നടക്കുകയാണ്. സ്റ്റേജ് ആണെങ്കിൽ നിന്ന് കത്തിയിരുന്ന നാട്ടുകാർ തീയിട്ടാ. അതല്ലെന്ന്, അതുപോലത്തെ വെറൈറ്റി സംഭവങ്ങളാണല്ലോ ഞാൻ ചെയ്യുന്നത്. കൈയടിക്കും. ലാസ്റ്റ് ഞങ്ങളുടെ ഒരു ഐഡിയ ഉണ്ട്. എല്ലാ മജിക്ക് അങ്ങനെ പറയാൻ പാടില്ല. വാനിഷിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. വാർണിഷിന്റെ പണിക്ക് പോവാ? അപ്രത്യക്ഷമാവും. അപ്പൊ നിറച്ച് പിള്ളേരാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. പിള്ളേർ ഫ്രണ്ടിൽ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇത് കണ്ടുപഠിക്കരുതും. പിള്ളേരാണ് പെട്ടെന്ന് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ കണ്ടുപഠിച്ചു കിട്ടും. അതാണ് അവർ പഠിച്ച് അവർ കാണിച്ചാൽ അവർ നമ്മുടെ പണി പോകും. നമ്മുടെ പണി പോകും. അറിയാം. അപ്പൊ ചേട്ടൻ കാര്യങ്ങൾ അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഈ വാനിഷിംഗ് പെട്ടിനകത്ത് കയറി അങ്ങോട്ട് വാനിഷായിട്ട് ഒളിച്ച് പുറകെ കൂടി വന്നിട്ട് ഈ ബോക്സിനകത്തേക്ക് കയറി ഒരു മനുഷ്യൻ വന്ന് ഇത് ലോക്ക് ചേച്ചും പോവുകയും ചെയ്തു. പിന്നെ കാണണം, ഞാൻ നോക്കുമ്പോ ഇവിടെ വന്ന് അടിഞ്ഞതായി കണ്ടോ. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് 2 ദിവസമായി. 2 ദിവസമായി. ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ബസ് കയറി പോകാൻ നോക്ക്. എനിക്കതല്ല, എന്നാലും ഈ പയ്യനൊക്കെ എങ്ങനെ അതിനകത്ത് പെട്ടുപോയേട്ടോ? ആണെന്നേ. നിങ്ങൾക്കറിയാമോ, എനിക്കൊരു തന്തയില്ലാത്തവരാണ്. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. ഞാനൊന്ന് പറയട്ടെ, ആദ്യമായിട്ട് മുട്ടയിട്ട് വിരിഞ്ഞ ഒന്നിനെ ഞാൻ കാണുന്നത്. ഒന്ന് കണ്ടോട്ടെ ഞാന്. അയ്യോ അങ്ങനെയല്ല.
സത്യം പറ. അതായത് എന്റെ അമ്മ 6 മാസം പ്രായമുള്ളപ്പോ എന്റെ അച്ഛൻ എന്റെ അമ്മേനെ എന്നെ ഉപേക്ഷിച്ചു പോയി. അയ്യോ, എനിക്ക് എന്റെ അമ്മയെ കാണും. ഈ അമ്മയെ കാണുന്നു ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമുണ്ടോ? എന്റെ അമ്മ എന്നെ എങ്ങനെ വളർത്തിയത് നിങ്ങൾക്ക് എങ്ങനെ വളർത്തി? പാടത്ത് പണിക്ക് പോവും, റോഡ് പണിക്ക് പോവും, സിമന്റ് പണിക്ക് പോവും. അങ്ങനെ കഷ്ടപ്പെട്ട് 39 വയസ്സോളം എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അറിയാവോ? വളർത്തി വലുതാക്കി. എന്നിട്ട് അവൻ ഒരു ദിവസം പോലും അവൻ പണിക്ക് പോയിട്ടില്ല. എന്തിനാടാ നീയൊക്കെ ലോക തോൽവിയായിട്ട് ജീവിക്കുന്നത്? എനിക്ക് എന്റെ ഇവിടെ അമ്മേനെ കാണണമെങ്കിൽ അവിടെ പോടാവൂ. ഇവിടെയാണോ? അമ്മയെ കാണണമെങ്കിൽ എന്ത് ചെയ്യും ഇപ്പം? എനിക്കൊന്നും എന്റെ ഫോണൊക്കെ പോയി. എനിക്കൊന്നും അമ്മേനെ കാണണം. ചേട്ടാ ഫോണൊന്നും അല്ല, കൊടുക്കില്ല. അമ്മേനെ വിളിക്കുക സങ്കടം ഉണ്ടാവില്ല. കഷ്ടമല്ലേ, 2 ദിവസം ആയില്ലേ പോന്നിട്ട്. കൊടുക്ക്. അതെ, അമ്മേനെ വിളിച്ച് നേരിട്ട് കാണണ്ടേ? കാണണം. മകൻ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാവുള്ളൂ. അതുകൊണ്ട് വാട്സപ്പ് നമ്പർ സേവ് ചെയ്തിട്ട് വീഡിയോ കോൾ വിളി. വിളി. ആ കേട്ടോ. എന്നാലും എന്റെ ചേട്ടാ 6 മാസമൊക്കെ ഗർഭിണിയായിട്ടിരിക്കുമ്പോ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നവർ എന്തൊരു മനുഷ്യരാ ഇവരൊക്കെ. ഈ 100% ആണുങ്ങൾ മോശക്കാരാ. ഞാനെങ്ങാനും ആണെങ്കിൽ ഇവന്മാരൊക്കെ ഈ പെണ്ണുങ്ങളെ എന്ത് വാണിജ്യ ചരക്കായിട്ട് കാണുന്നു. എന്തോ വാണിജ്യ ചരക്കായിട്ട് കാണുന്നു. നേരെ വാസ്കോഡി ഗാമയുടെ മകളാണ്. അല്ല, ഇപ്പൊ കണ്ടെയ്നർ അല്ലേ വന്ന് കിടക്കുന്നത്, അപ്പൊ വാണിജ്യവും ചരക്കും ഒക്കെ വന്നു പോയതാ. അത് വേണ്ട. പിന്നെ ഈ ആണുങ്ങള് എല്ലാരും നമ്മളൊക്കെ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കില്ല. നമുക്ക് വല്ല പ്രശ്നവും. അതാണ് ചേട്ടാ, ഈ പെണ്ണുങ്ങൾ ഒരു ഉപഭോഗ വസ്തുവായിട്ട് ഈ ആണുങ്ങൾ കാണുന്നത്. അതാണ് അതല്ലേ. പിന്നെ ഉപഭോക്തൃ കോടതിയിലൊന്നും പോണ്ടടി, അവിടെ വരെ പോണ്ട. എന്താന്നറിയില്ല ഇതൊക്കെ അങ്ങ് വരുന്നു. ഹലോ ഹലോ അമ്മയ്ക്ക് ഹലോ 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 മോനെ. അയ്യോ അമ്മ. അയ്യോ എന്താടാ നീ എവിടെയാടാ? അമ്മ ഞാൻ ആലപ്പുഴ അമ്മ. ആലപ്പുഴ അല്ലടാ, ആലപ്പുഴ. ആലപ്പുഴ. ആലപ്പുഴയിലോ? എടാ നീ വിഴിഞ്ഞത്ത് മാജിക് ഷോക്ക് പോയതല്ലേടാ? നീ എങ്ങനെയാടാ മോനെ ആലപ്പുഴ എത്തിയേ? അമ്മ ഞാൻ അവിടെ വാനിഷിംഗ് പരിപാടിയില്ലേ, അത് ചെയ്തപ്പോ ഞാൻ ഒരു പെട്ടിടത്തേക്ക് പോയി ഓടിപ്പോയി ഒളിച്ച്. അത് കപ്പലെ കയറ്റി എന്നെ ഇവിടെ കൊണ്ടുവന്ന് അടിക്കുന്ന അമ്മ. അയ്യോ എന്റെ മോനെ, ഇനി എങ്ങനെ വരൂടാ? അമ്മ എപ്പോഴും പറയില്ലേ കടലമ്മ കള്ളിയാണെന്ന് എഴുതി വെക്കുമ്പോ തിരമാല വന്ന് അടിച്ചു കളയൂന്ന്. കടലമ്മ കള്ളിയല്ല ദൈവമാണ് അമ്മേ. കടലമ്മ കള്ളിയല്ല ദൈവം. മക്കളെ ഞാൻ കടലമ്മനെ കണ്ടെന്നാ. എന്റെ അമ്മക്ക് കടലമ്മനെ കാണണം. എന്റെ അമ്മക്ക് കടലമ്മനെ രക്ഷിച്ചതിനുള്ള നന്ദിയാണ്. കടലമ്മനെ ഒന്ന് കാണണം. അമ്മ ദൈവമാണ്. ദൈവത്തെ കണ്ടു. അയ്യോ ഞാൻ ആദ്യമായിട്ടാ കടലമ്മ കാണണം. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്റെ പൊന്നെ, ഞാൻ കടലമ്മ എന്നല്ല, ഞാൻ സരളാമ്മ. ഇതിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് നമ്മുടെ താമസം. ചെറുക്കൻ ഇവിടെ വന്ന അടിഞ്ഞത് കേട്ടോ. അവിടെ ഇതിന് ചോറും കൊടുത്തിട്ട് വൈകിട്ട് വണ്ടിക്കൂലിക്ക് പൈസയും കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ട് കയറ്റി വിട്ടേക്കാം. ഓ മതി സന്തോഷം കേട്ടോ. കടലമ്മ കരഞ്ഞെല്ലാം പെറ്റത് കേട്ടോ. കയറ്റി വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ ദൈവമുണ്ട് ഇവിടെ. കടലച്ഛൻ. കടലമ്മ മാത്രമല്ല കടലിൽ മതിയടാ. അച്ഛനും ഉണ്ട്. ആണോ മക്കളെ? കടലച്ഛനെ ഒന്ന് കണ്ടോ? ഒന്ന് കണ്ടോ? കാണിച്ചാട്ടെ. ഇവരുടെയൊക്കെ സങ്കടം കാണാൻ ഇത് ആരെ കടലച്ഛനെ കണ്ടോ? ഒന്ന് എന്റെ ദൈവമല്ലേ, എന്റെ ദൈവം. അമ്മയെ സമ്മതിച്ചിരിക്കുന്നു. അമ്മ എങ്ങനെ ജീവിക്കുന്നു അമ്മ? എടാ മോനെ, എടാ നീ ഇപ്പൊ കാണിച്ച മുഖമല്ലോ, ഒന്ന് കാണിച്ചേ. ഒന്നും കൂടി കാണിച്ചേടാ. ഒന്നുകൂടി കാണണം. ഒന്നും കൂടി കാണിക്കാം. ബാക്ക് ക്യാമറയുടെ അമ്മ കണ്ടോ? അമ്മ കണ്ടോ? എടാ മോനെ, ഇത് നിന്നെ രക്ഷിച്ച നിന്റെ ദൈവം അല്ലടാ. പിന്നെ എന്നെ ഗർഭിണിയാക്കി 6 മാസത്തിൽ എന്നെ ഗർഭിണിയാക്കി വാനിഷ് ആയ നിന്റെ അച്ഛനാടാ ഇത്. എന്റെ പൊന്നു മോനെ, ഇനിയുള്ള കാലം ഇനി എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിന്റെ അച്ഛനെ കൊണ്ടല്ലാതെ നീ ഇങ്ങോട്ട് വരല്ലേടാ മോനെ. തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ. എന്താ നിങ്ങൾ പറഞ്ഞത്? 10-35 വർഷം നിങ്ങളുടെ കൂടെ ഞാനിവിടെ കഴിഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? നമുക്കൊരു കുഞ്ഞ് വേണ്ട, നിനക്ക് ഞാനും എനിക്ക് നീയും. കുഞ്ഞുണ്ടായി ഇതേ സാമ്യം ഉണ്ടാവുന്ന ചോദിച്ചല്ലേ നിങ്ങൾ കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞത്? നീ ചുമ്മാ വർത്താനം പറയല്ലേ. മിണ്ടരുത് നിങ്ങൾ, മിണ്ടരുത്. പഠിയമ്മേ, ഞാൻ ഒരു കാര്യം പറയണേ. സ്റ്റെപ്പിന് എന്താ പറയണത്? മലയാളത്തിൽ ഇംഗ്ലീഷ് പറയുമ്പോ സ്റ്റെപ്പ് എന്നല്ലോ. അപ്പൊ സ്റ്റെപ്പ് മദർ രണ്ടാനമ്മ. നീയും നിന്റെ അമ്മേ ചെറുക്കനെ വിളിച്ച് ഇവിടെ ഇറങ്ങിക്കോണം. നിന്റെ ഭർത്താവല്ലേ ഞാൻ? കെട്ടുന്നതിന് മുമ്പ് ഒരു കൊച്ചിനെ 6 മാസം ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ നീയാണ് ഭർത്താവ്. നിന്റെ ഭർത്താനം കേട്ടോ നിനക്ക് എന്നെ അടിക്കണം. അടിക്കടി അടിക്കി കാണിക്കാൻ പോണോ? നിർത്ത്. എനിക്ക് ഒരച്ഛനെ വേണ്ടേ, സ്വസ്ഥത സമാധാനമുണ്ട്. ഞാൻ എന്റെ അമ്മയുടെ കൂടെ കഴിഞ്ഞോളാവേ. നിങ്ങൾക്ക് ശല്യമായിട്ട് ഞാൻ വരികലേ. ഞാൻ പോയേ. നീട്ടി വെച്ച് പൊക്കോടാ. ഇപ്പൊ അവന് കിട്ടിയില്ലേ? ഇവന് വേണോന്ന് പറഞ്ഞില്ലേ?
അതിന് ഈ ജന്മത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എന്ത്? സ്വസ്ഥതയും സമാധാനവും. തറളേ ഏതായാലും കുർള എക്സ്പ്രസ് കയറി പൊക്കോണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.